എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 27-ാം തീയതി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ രണ്ട് സിനിമകളാണല്ലോ എമ്പുരാനും അതുപോലെ തന്നെ വിക്രം നായകനെത്തിയ വീരദൂരസൂരൻ എന്നീ രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടനെ നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ L2 എമ്പുരാൻ. ആദ്യ ദിവസം മുതൽ തിയേറ്ററിൽ നിന്നും മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള, വേൾഡ് വൈഡ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനമായ ഇന്നലെ ചിത്രം 15 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ കൂടിയായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ദളപതി വിജയുടെ ലിയോ എന്ന സിനിമയുടെ 12 കോടി എന്ന FD കളക്ഷനാണ് എമ്പുരാൻ എന്ന സിനിമ ഇന്നലെ മറികടന്നിരിക്കുന്നത്. ഇനി കേരളത്തിന് പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 8 കോടിയിലേക്ക് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ ഓവർസീസ് സംബന്ധമായ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം 43 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ ദിനം ഓവർസീസിൽ 43 കോടി രൂപ നേടുന്ന ആദ്യ മലയാള സിനിമ കൂടി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ആ 43 കോടി രൂപയിൽ 20 കോടി 94 ലക്ഷം രൂപയും ചിത്രത്തിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ ബോക്സ് ഓഫീസ് സംബന്ധമായ കളക്ഷനാണ്. അങ്ങനെ ഇന്ത്യക്ക് പുറത്തും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ചിത്രം വൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിത്രത്തിന്റെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 65 കോടിയിലേക്ക് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ചിത്രത്തിന്റെ പ്രീസെയിൽ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 7 കോടി 70 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 10 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്ന് വൈകിട്ടോടെ 10 കോടിയിലേക്ക് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 കോടി പിന്നിടുന്നതാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും വൻ റെക്കോർഡുകൾ തീർത്ത എമ്പുരാൻ എന്ന സിനിമ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മറ്റെല്ലാ റെക്കോർഡുകളും മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതിനിടയിൽ എമ്പുരാനോടൊപ്പം ഇന്നലെ ക്ലാഷ് റിലീസ് നടത്തിയ തമിഴ് സിനിമയാണല്ലോ വിക്രം നായകനെത്തിയ വീരധീരസൂരൻ. SU അരുൺകുമാറിന്റെ സംവിധാനത്തിൽ വിക്രം, SJ സൂര്യ, സൂരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വീരധീരസൂരൻ. തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ ആദ്യ ദിന ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആ 5 കോടിയിൽ 4 കോടി രൂപയും ചിത്രത്തിന്റെ ആദ്യ ദിന തമിഴ്നാട് ഗ്രോസ് കളക്ഷനാണ്. അതേസമയം കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്ക് വരികയാണെങ്കിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ചിത്രത്തിന്റെ കേരളത്തിലെല്ലാം തന്നെ ചിത്രത്തിന്റെ ഷോ ആരംഭിച്ചതെങ്കിൽ പോലും ചിത്രത്തിന് ഇന്നലെ 10 ലക്ഷത്തോളം ട്രാക്കിംഗ് കളക്ഷനാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയതെങ്കിൽ പോലും ഇന്നലത്തേക്കാൾ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിന് ബുക്കിംഗ് കൂടുന്ന കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന രണ്ടാം ദിവസത്തെയും തുടർന്നുള്ള ദിവസങ്ങളുടെയും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.